തിരിച്ചടിക്കേണ്ട സമയമാണ്. ഒരു കാരണത്താലും അവളെ വിട്ടുകൊടുക്കരുത്. ആ പെൺകുട്ടിയുടെ കരച്ചിലും ആ ഭർത്താവ് നഷ്ടപ്പെട്ടു പോയത് ഏറ്റവും വലിയൊരു ദുഃഖം നമുക്ക് എല്ലാവർക്കും വ്യാപരിച്ചു. ഇനിയൊരു സംഭവം നമ്മുടെ നാട്ടിലത് ഉണ്ടാകരുത്. അത് നമ്മുടെ സേന, നമ്മുടെ രാജ്യം ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കണം. ഒരു മലയാളി ഉൾപ്പെടെ 28 പേരാണ് പഹൽഗാമിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നത്. രാജ്യം ഇപ്പോഴും ആ ഞെട്ടലിൽ നിന്ന് മാറിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. സുരക്ഷാ വീഴ്ച സംഭവിച്ചു എന്നത് വളരെ വ്യക്തമായ കാര്യം തന്നെയാണ്. അതിനെപ്പറ്റി തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. പഹൽഗാമിൽ ആക്രമണം നടന്നല്ലോ, രാജ്യം സുരക്ഷിതമാണോ? രാജ്യം സുരക്ഷിതമായിരുന്നെങ്കിൽ ഇങ്ങനെ ആക്രമണം നടക്കൂലല്ലോ. സൈനികരുടെ വേഷത്തിലല്ലേ പോയി ഇങ്ങനെ എന്തോ ഉണ്ടായത്. രാജ്യം സുരക്ഷിതം 100% പറയാൻ പറ്റില്ല. അതേ അഭിപ്രായം തന്നെയാണ്. നമ്മളെ രാജ്യം ഒട്ടും സുരക്ഷിത അല്ല. എന്നാൽ വെളിയിറങ്ങാൻ തന്നെ പേടിയാണ്. എന്നാൽ ജീവിതത്തിൽ വെളിയിറങ്ങാതെ ഇരിക്കാനും നമുക്ക് കഴിയില്ലല്ലോ. ഇന്ത്യൻ ഇന്റലിജൻസിന്റെ ഏറ്റവും വലിയ പരാജയമാണ്. മോഡി നാട് കംപ്ലീറ്റ് അദ്ദേഹം പോയാലും ഇന്ത്യക്കകത്ത് എന്ത് നടക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിനും ഇല്ല, അമിത്ഷായ്ക്കും ഇല്ലാതെ പോയതാ ഈ ഒരു പരാജയം. സുരക്ഷാ വീഴ്ചയും മാത്രമല്ല, ഇത്രയും പിൽഗ്രിമേജ് സെന്ററിൽ സൈന്യം എവിടെ പോയി? അപ്പം സൈന്യം അതിർത്തിയിൽ സൈന്യത്തിനെ നിർത്താതെ സൈന്യം എവിടെ ഒളിച്ചിരുന്നത്? ഒരാൾ പോലും ഇവിടെ സൈന്യം ഉണ്ടായിരുന്നെങ്കിൽ സംഭവിക്കില്ലായിരുന്നു. അവർ നടന്നു കയറി വന്ന് 20 മിനിറ്റോളം അവിടെ നിന്ന് ഓരോരുത്തരുടെ പേരും ചോദിച്ച് വെടിവെക്കണമെങ്കിൽ ഇതെന്തോ ചതിയാണ് നടന്നത്. ആ പട്ടാളക്കാർ മരിച്ച പോലെ ഇതൊരു കൊടും ചതി നടത്തിയതാണോ, അഡ്ജസ്റ്റ്മെന്റ് എന്തോ, അത് സംശയമില്ല. നിരപരാധികളായ പട്ടാളക്കാരും ജനങ്ങളുമാണ് മരിക്കുന്നത്, ഒരു രാഷ്ട്രീയക്കാരും മരിക്കുന്നില്ല. ഇതുവരെ ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയക്കാരും മരിച്ചിട്ടുണ്ട് അക്രമത്തിൽ, മരിക്കുന്നില്ല. തീവ്രവാദി അക്രമത്തിൽ ജവാന്മാരും മരിക്കുന്നു, നാട്ടുകാരും മരിക്കുന്നു. അതാ ഇത് പ്രതിഷേധിക്കേണ്ടതാണിത്. കാരണം വെറും കപടത കൊണ്ട് നടക്കുകയാണ് ഇപ്പം പൊളിറ്റിക്സ്. അതുപോലെ ഒരു സൈഡിൽ മതം വളർത്തുന്നു, ഒരു സൈഡിൽ ഇതിൻ്റെ പറയില്ല. ഇതാണ് കറക്റ്റായിട്ട് നടന്നത്. അല്ലാതെ ഇന്ത്യക്ക് ഒരു സുരക്ഷിതയില്ല. ഈ പാകിസ്ഥാൻ ഒന്ന് ചൈനയെ തൊട്ട് നോക്കട്ടെ, അപ്പോൾ അറിയാം ചൈന മിലിറ്ററിയുടെ പവർ എന്താണെന്ന്. ഇന്ത്യക്കാർ 75 വർഷം കൊണ്ട് ഇന്ത്യൻ മിലിറ്ററികൾ മരിക്കുകയാണ് അവിടെ ഒരു അതിർത്തിയിലെ ഒരു തർക്കത്തിന്. ഇതുവരെ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ ഇന്ത്യയിലെ എത്ര ഗവൺമെന്റ് ഇരുന്ന്? നാറികൾക്ക് വയ്യെങ്കിൽ രാജിവെച്ച് പോകണം, അതാണ് ചെയ്യേണ്ടത്. രാജ്യം ഒരു കാരണത്തിലാലും ഒരു സുരക്ഷത ഇല്ലാത്ത ഒരവസ്ഥയിൽ വന്നിരിക്കുകയാണ്. എന്തായിരുന്നാലും അതൊരു വല്ലാത്തൊരു സംഭവമാണ്, വലിയൊരു സംഭവമാണ്. ഭീഷണിയാണ് ഈ ജീവനും സ്വത്തിനും എല്ലാം. ഒരു കുഞ്ഞുങ്ങൾ വരെ മരിക്കണമെന്ന് വെച്ചാൽ അതൊരു വല്ലാത്തൊരു കഷ്ടമല്ലേ. ഞങ്ങൾക്ക് വലിയ ഒരു ഇതുണ്ട്. ഞങ്ങൾക്കും പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥ. ഞങ്ങൾക്കിപ്പോൾ പേടിയാണ് പുറത്തിറങ്ങാൻ. ഇങ്ങനെയൊക്കെ ആയിപ്പോയാൽ ഞങ്ങൾ ഇനി എന്ത് ചെയ്യും? രാജ്യം സുരക്ഷിതമായ നിലപാടുകൾ തന്നെയാണ് മുമ്പിലോട്ട് പോകുന്നത്. പക്ഷേ ടൂറിസ്റ്റിന് അവിടെ കാശ്മീരിൽ കിട്ടേണ്ട പരിഗണന കിട്ടുന്നില്ല. അതായത് ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ ഒരുപാട് വീഴ്ച പറ്റിയെന്നുള്ളതാണ് അഭിപ്രായം പറയുന്നത്. പക്ഷേ ഈ സാഹചര്യത്തിൽ നമുക്ക് രാജ്യത്തിനോട് ഒന്നിച്ച് നിൽക്കാൻ നല്ലാതെ മറ്റു കുറ്റപ്പെടുത്താൻ വഴികളില്ല. ഇനിയെങ്കിലും ഈ സുരക്ഷകൾ രാഷ്ട്രീയം നോക്കി വേർതിരിയാതെ ആ രീതിയിലുള്ള സുരക്ഷ ജനങ്ങൾക്ക് കൊടുക്കണം. രാജ്യം സുരക്ഷിതമാണെന്ന് കരുതുന്നു? ഒരിക്കലും ഇല്ലല്ലോ, നമുക്ക് പറയേണ്ട കാര്യമില്ല. സുരക്ഷിതമല്ല. ഇനി വീണ്ടും ഒരു ആക്രമണം പോലും സംഭവിക്കാനുള്ള സാധ്യത ഉറപ്പായിട്ടും. കാര്യം നമ്മുടെ സൈഡിൽ നിന്ന് ഇതുവരെ ഒരു ഇതുണ്ടായിട്ടില്ല. അപ്പം ഇനിയും കാണത്തില്ല എന്ന് ഉറപ്പല്ലേ. ഇന്ത്യ സുരക്ഷിതമാണ്. ഈ മറ്റുള്ളവർ ഈ അതിനെ വ്യാഖ്യാനിച്ച് വേറെ എന്തെങ്കിലും പറഞ്ഞ് ഈ രാജ്യത്തിന് കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കണം. അല്ലാതെ ഇന്ത്യയിൽ അവന് ഈ ചെയ്തത് ശരിയായ നടപടിയല്ല. ഞാനൊരു മുസ്ലിമാണ്, നേരത്തെ ഒരു മുസ്ലിമാണ്. ഞങ്ങൾ ഒരു മുസ്ലിം ലീഗ് പാർട്ടിയിൽ നിന്ന് പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും കൂടെ. പക്ഷെ ഞങ്ങൾക്ക് അതിലെ അഭിപ്രായമല്ല. ഇസ്ലാമിൽ അങ്ങനെ ഒന്നുമില്ല. ഈ തീവ്രവാദം അങ്ങനെ പറഞ്ഞില്ല. ഒരാളെ കൊല്ലാൻ ഒരു ഇസ്ലാമും പഠിപ്പിച്ചിട്ടില്ല. ഇന്ത്യ മഹാരാജ്യം നിലനിൽക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് നമ്മുടെ എല്ലാം പ്രവർത്തനങ്ങളും നമ്മുടെയൊക്കെ വീക്ഷണങ്ങൾ. അത് ഇന്ന് നരേന്ദ്രമോദിയാണ്, കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസ്സുകാർ ആയിരുന്നു, അത് ഇതെല്ലാം വീഴ്ചയാണ്. പക്ഷേ ഇന്ത്യ മഹാരാജ്യം നിലനിൽക്കണം, ഇന്ത്യയുടെ സുരക്ഷിതത്വം എപ്പോഴും ഉറപ്പാക്കണമെന്നുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്കെല്ലാം കാണുന്നത്. പക്ഷേ ഇത്തവണ ഇത് യഥാർത്ഥത്തിൽ ഈ കാശ്മീരിൽ ഇന്ന് നടന്നത് ഒരു കാരണവശാലും ശരിയെന്നെ ന്യായീകരിക്കാനുള്ള കാര്യമൊന്നുമല്ല. ഇവിടെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനികളും
ഒത്തൊരുമയോടുകൂടി ഇന്ത്യ മഹാരാജ്യത്ത് ഒത്തൊരുമയോടുകൂടി ജീവിക്കുമ്പോൾ ഒരു പ്രത്യേക വിഭാഗത്തിനെ മാത്രം ഉന്മൂലനം ചെയ്യാനും അതനുസരിച്ച് കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഒരു കാരണവശാലും അനുവദിക്കപ്പെടേണ്ട കാര്യങ്ങളല്ല. ഇന്ന് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മളവിടെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജാതി ചോദിച്ചുകൊണ്ടാണ് അവരെ വെടിവെച്ച് കൊണ്ടു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിശയം തോന്നുകയാണ്. ഈ മഹാരാജ്യത്ത് കാരണം ഇങ്ങനെയൊക്കെയുള്ള തെമ്മാടിത്തരങ്ങൾ ആര് നടത്തിയാലും ഏത് രാജ്യത്തിൻ്റെ ഒത്താശയോടുകൂടി നടത്തിയിരുന്നാലും അത് ചെറുക്കപ്പെടേണ്ടത് തന്നെയാണ്, അത് ഇല്ലായ്മ ചെയ്യേണ്ടതാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് മോദി സർക്കാർ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ, ഈ തീവ്രവാദം, ഒരു കാരണവശാലും ഇസ്ലാമിൽ തീവ്രവാദമില്ല. ഇസ്ലാമിൽ തീവ്രവാദമാകുന്നുള്ള രീതി അനുസരിച്ചില്ല. അതിൻ്റെ മറവിൽ ചെയ്യപ്പെടുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെ ഇന്ത്യ മഹാരാജ്യത്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റായ കാര്യം തന്നെയാണ്. ശിക്ഷിക്കപ്പെടുക തന്നെ, മാതൃകാപരമായ രീതിയിൽ ശിക്ഷിക്കപ്പെടേണ്ടതാണ്. ഇവിടെ ഇന്ത്യയിൽ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒത്തൊരുമയോടുകൂടി തോളോട് തോള് ജീവിക്കാൻ തോളോട് തോളും ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കാനുള്ള ഒരു സിറ്റുവേഷൻ തന്നെ ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടാകണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഇന്ത്യ ഒരു കാരണവശാലും ഇന്ത്യയുടെ ഈ ഒരു ഇങ്ങനെയുള്ള തീവ്രവാദത്തെ ചെറുക്കുന്നത് ഒരു സുരക്ഷിതമായ ഒരു മേഖലയിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ് എന്ന് തന്നെയാണ് നമ്മുടെ പൂർണ്ണമായ അഭിപ്രായം. ഇന്ത്യ ഒട്ടും സേഫ് അല്ല എന്ന് കരുതുന്നു. അങ്ങനെ ഒരിക്കലും പറയുന്നത് ഇന്ത്യ സേഫാണ്. ഇന്ത്യ 100% സേഫാണ്. ഇങ്ങനെ ഭീകരാക്രമണം അവിടെ ഉണ്ടായതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അത് ശ്രദ്ധക്കുറവായ ഓവർ കോൺഫിഡൻസോ അങ്ങനെ കൊണ്ടായിരിക്കണം. പണ്ടത്തെ പോലെ ഒരു ഭീകരാക്രമണമോ അങ്ങനെ നമ്മുടെ ബോംബെ നടന്നേ നടന്നേ നമ്മുടെ ആക്രമണം ഒന്നും പോയിട്ടില്ലല്ലോ. സംഭവിച്ചു പോയി. ഒരു സുരക്ഷാ വീഴ്ച സംഭവിച്ചു. സുരക്ഷാ വീഴ്ച നമുക്ക് ഈ ഇപ്പം സുരക്ഷാ വീഴ്ച എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണിതെങ്കിലും സുരക്ഷാ വീഴ്ച എന്ന് പറയാൻ സുരക്ഷാ വീഴ്ച നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടുത്തെ മിലിറ്ററി കുറച്ച് കംപ്ലീറ്റ് മൊത്തത്തിലൊരു കാഴ്ചപ്പാട് ആ ഒരു കാഴ്ചപ്പാടിൽ നോക്കി പറയണം. അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല ഇത് സംഭവിച്ചു, ഇത്രേ എനിക്ക് പറയാനുള്ളൂ. സുരക്ഷിതമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും സുരക്ഷിതമല്ല പറയത്തില്ല. കുറെ ഭാഗത്ത് സുരക്ഷിതമുണ്ട്, പക്ഷെ ബാക്കി എല്ലായിടത്തും സുരക്ഷിതമല്ല. അതുകൊണ്ട് അവിടെ വലിയ നല്ല ടൂറിസ്റ്റ് ഏരിയ ആയിരുന്നല്ലോ. പക്ഷെ അവിടെ എങ്ങനെ ഈ നുഴഞ്ഞുകയറ്റം സംഭവിച്ചെന്നുള്ളതാണ് സുരക്ഷാ വീഴ്ച തന്നെയാണ്. വീഴ്ച തന്നെയാണ്. ഇന്ത്യ സേഫ് ആണെങ്കിൽ നടക്കൂലല്ലോ. സുരക്ഷാ വീഴ്ച തന്നെയാണ് സംഭവിച്ചത്. സുരക്ഷാ വീഴ്ചയാണല്ലോ. ഭീകരവാദം ഏത് ഭാഗത്തുനിന്നുണ്ടായാലും ആ രാജ്യത്തിനെ ആക്രമിക്കുമ്പോൾ ആ രാജ്യത്തിന്റെ ഭദ്രത നോക്കേണ്ട ഭരണാധികാരികള് കൊടും കാര്യക്ഷമതയാണ് ഈ തരം സംഭവങ്ങൾ ഉണ്ടാവുന്നത്. അല്ലേ? അങ്ങനെയാണ് സംഭവിക്കുന്നത്. രാജ്യത്തിന്റെ സുരക്ഷയെ സംരക്ഷിക്കേണ്ട കടമയുള്ള നേതൃത്വ നിരകള് അത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഈ തരം സംഭവങ്ങൾ ഉണ്ടാവുന്നത്. അതെ, ഉറപ്പായിട്ടും സംഭവിക്കുന്നത് സുരക്ഷാ വീഴ്ച തന്നെയാണ്. അത് ഒറ്റപ്പെട്ട സംഭവത്തെ ഉള്ളൂ. കാരണം ഇത്രയും വലിയ രാജ്യത്ത് ഇങ്ങനെ ഒരിടത്ത് സംഭവിച്ചാൽ അങ്ങനെ വിചാരിക്കാൻ ഒക്കുള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. അവിടെ ഉണ്ടാകുന്ന പ്രവർത്തനം രാജ്യത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം പട്ടാളം എല്ലാ സമയത്തും അവിടെ ഉണ്ടെങ്കിലും ഈ ചില കാര്യങ്ങൾക്ക് അവർക്കും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ വന്നു പോയെന്ന് തോന്നേക്കാം. അപ്പോഴേക്കും ഈ ഭീകരന്മാർ ഇതിനകത്ത് കയറി ആക്രമിച്ചത് അത് രാജ്യത്തെ നമ്മൾ കുറ്റം പറഞ്ഞ കാര്യം. രാജ്യത്തിന് നമ്മുടെ ശക്തിയുണ്ട്. ഇപ്പോൾ ആ ശക്തി ഇപ്പോൾ തെളിയിക്കേണ്ട സമയമാണ്. തിരിച്ചടിക്കേണ്ട സമയമാണ്. ഒരു കാരണത്താലും നമ്മളെ വിട്ടുകൊടുക്കരുത്. നമ്മൾ എല്ലാവരും ചത്താലും ശരി തന്നെയാണ്. ആ രാജ്യത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തിന് നമ്മൾ മരിക്കണം. അതിപ്പോഴും നല്ലൊരു സന്ദർഭമാണ്. ഈ സന്ദർഭം പാകിസ്ഥാനിൽ വിട്ടുകൊടുക്കരുത്. കാരണം ഈ പ്രശ്നത്തിന്റെ നടുവിൽ നമുക്ക് തിരിച്ചടിക്കാനുള്ള ഒരു നല്ലൊരു സ്വാധീന ശക്തി അവരെ അടിച്ചത് വേറൊരു കാരണത്താലല്ല. ഈ കാരണമൊന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് അവരെ അടിക്കാൻ നല്ലൊരു ശക്തി ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് അകത്ത് കയറി അന്ന് അടിച്ചതുപോലെ ഒരു നല്ലൊരു അടി നടക്കാമെങ്കിൽ നമ്മുടെ രാജ്യം ഇന്ന് സന്തോഷമായി തീരും. ആ പെൺകുട്ടിയുടെ കരച്ചിലും ആ ഭർത്താവ് നഷ്ടപ്പെട്ടു പോയത് ഏറ്റവും വലിയൊരു ദുഃഖം നമുക്ക് എല്ലാവർക്കും വ്യാപരിച്ചു. ഇനിയൊരു സംഭവം നമ്മുടെ നാട്ടിൽ അതുണ്ടാകരുത്. അത് നമ്മുടെ സേന, നമ്മുടെ രാജ്യം ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കണം. ഇത്രയും നേരം ആളുകളോട് സംസാരിച്ചപ്പോൾ നമുക്ക് ഒരു കാര്യം വ്യക്തമായിരിക്കുകയാണ്. കേരളത്തിലുള്ളവർ പോലും ഭയത്തിലാണ്, പുറത്തിറങ്ങാൻ പേടിയാണ്. അങ്ങ് പഹൽഗാമിൽ നടന്നത് കേരളത്തിലുള്ളവരെ പോലും നന്നായി വ്യക്തമായി ബാധിച്ചിരിക്കുകയാണ്. ആ ഭീകരവാദികൾക്ക് മാപ്പ് ഒരിക്കലുമില്ല. ഇന്ത്യ അവരെ തിരിച്ചടിക്കുക തന്നെ ചെയ്യും. ക്യാമറമാൻ അഖിൽ ദേവിനോടൊപ്പം റിപ്പോർട്ടർ വിഷ്ണു ശങ്കർ.